ഈ 24-ൽ നടന്ന ലോക്സഭാ ഇലക്ഷനിലും അതിന് മുമ്പും പിൻപും ഒക്കെ ആയിട്ട് നടന്ന സംസ്ഥാനങ്ങളിലെ ബൈ ഇലക്ഷനുകളിലും ഒക്കെ ഇഷ്ടം പോലെ കൃത്രിമം നടന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര ഇലക്ഷൻ എല്ലായിടത്തും കൃത്രിമം നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള, അതായത് ഇത് അറിയാവുന്നത് കൊണ്ടാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും ബാലറ്റ് പേപ്പറിലൂടെ തന്നെ അവരുടെ പാർട്ടി നിലവിൽ വരണമെന്നുള്ള തീരുമാനം വോട്ടിംഗ് വഴിയായിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും അവിടുന്ന് കുട്ടികൾ തന്നെ ചോദിക്കുന്നുണ്ടാവും, എന്തുകൊണ്ട് വൈ ആർ യു ഗോയിങ് ടു ഇലക്ട്രൽ വോട്ടിംഗ്, എന്തുകൊണ്ട് ബാലറ്റ് പേപ്പർ വേണ്ട എന്ന് വെച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടുത്തെ കുട്ടികളിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യത. ഇന്ത്യൻ സ്റ്റുഡൻസ് തന്നെ അത്തരം ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മുൻപിൽ ചോദിക്കാനിടയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ ഇലക്ട്രൽ വോട്ടിങ്ങുമായിട്ട് മുൻപോട്ട് പോകുന്നത്. സർവ്വവിധ ക്രമക്കേടുകളും നമുക്ക് പ്രതീക്ഷിക്കാം. ഭരണം ആരുടെ കയ്യിലിരിക്കുന്നുവോ അവർ തന്നെ വീണ്ടും വീണ്ടും ഭരണത്തിൽ വരുന്നതിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന എന്തുതരം തിരിമറികളും നമ്മുടെ ഡെമോക്രസിയുടെ കടപുഴക്കുന്നു എന്നുള്ളതാണ് നാം കണ്ട് മനസ്സിലാക്കേണ്ടത്.